ഹലോ. നമ്മളിന്ന് നോക്കുന്നത് വിറ്റ്ക്രാഫ്റ്റ് എ ഐ എന്ന പേരിലുള്ള ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ, അതിൻ്റെ മിനിമം വയബിൾ പ്രോഡക്റ്റ് MVP എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ 3 പാർട്ടായിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത്. അതിൽ ഒരു പാർട്ടെന്ന് പറയുന്നത് മെയിനായിട്ടുള്ളത് ഒരു ബാക്ക് എൻഡ് API ആണ്. അതാണ് പാർട്ട് നമ്പർ 1. പാർട്ട് 2 എന്ന് പറയുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. നമ്മൾ ഫ്ലട്ടർ ഉപയോഗിച്ചാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പാർട്ട് 3 എന്ന് പറയുന്ന ഒരു വെബ് അഡ്മിൻ അല്ലെങ്കിൽ ഒരു അഡ്മിൻ ഇൻ്റർഫേസ് ആണ്. അത് നമ്മൾ ബേസിക് HTML, ബൂട്ട്സ്ട്രാപ്പ്, ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ 3 പാർട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷനാണ് നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വിറ്റ്ക്രാഫ്റ്റ് AI എന്ന് പേര് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൊഡ്യൂൾസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, ജനറേറ്റീവ് AI ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ടുള്ള ടെക്സ്റ്റ് ജനറേഷൻ ടാസ്ക്കാണ് ഇതിനകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ജോക്സ് അല്ലെങ്കിൽ ഫണ്ണി മെസ്സേജസ് അല്ലെങ്കിൽ ജോക്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റിലാണ് ബിൽഡ് ചെയ്യുന്നത്. ഇതൊരു ഫുൾ ഫ്ലെജ്ഡ് പ്രോഡക്റ്റ് അല്ല. നേരത്തെ പറഞ്ഞൊരു മിനിമം വയബിൾ പ്രോഡക്റ്റ് MVP ആണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഒരു ബേസിക് ഫീച്ചർ മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷന് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ പ്രോഡക്റ്റിന് തന്നെ കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഭാവിയിൽ ഇതിനെ ഒരു ഫുൾ ഫ്ലെജ്ഡ് പ്രോഡക്റ്റായിട്ട് മാറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിമിലർ ആർക്കിടെക്ചർ ഡിസൈൻ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വേറെ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ ടിപ്പിക്കലി നമുക്കൊരു ബാക്ക് എൻഡ് എൻജിൻ ഉണ്ടാവണം, ജനറേറ്റീവ് AI ഉപയോഗിക്കുന്ന ഒരു എൻജിൻ ഉണ്ടാവണം. പിന്നെ അത് കൺസ്യൂം ചെയ്യാനുള്ള വെബ് ഇൻ്റർഫേസോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്പോ ഉണ്ടാകണം. ഇത് ടിപ്പിക്കലി ഏത് വർക്ക് ഫ്ലോയിൽ നമുക്കിത് പ്ലഗ് ഇൻ ചെയ്യാം. ഇപ്പോൾ നാളെ ഒരു കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അതിനകത്തൊരു ബാക്ക് എൻഡ് APIയും ഒരു ബാക്ക് എൻഡ് എൻജിൻ ആൻഡ് API ആൻഡ് ഒരു വെബ് അഡ്മിനും മാത്രമേ ഉണ്ടാവും. അതിൽ മൊബൈൽ ഉണ്ടാവത്തില്ല. മൊബൈലിന് പകരം വേറൊരു വർക്ക് ഫ്ലോ എൻജിനായിരിക്കും അവിടെ വരുന്നത്, വേറൊരു കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ ആയിരിക്കും വരുന്നത്. ബിക്കോസ് നമ്മൾ കൊടുക്കുന്ന സർവീസിനെ കൺസ്യൂം ചെയ്യുന്നത് മൊബൈൽ ആപ്പിന് പകരം ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പം അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിനകത്ത് നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നോളജീസ് നോക്കുകയാണെങ്കിൽ, പാർട്ട് 1 ആ ബാക്ക് എൻഡിന് വേണ്ടിയിട്ട് നമ്മൾ Python 3 ആണ് ഉപയോഗിക്കുന്നത്. API എക്സ്പോസ് ചെയ്യാൻ വേണ്ടി, API ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഫാസ്റ്റ് API എന്നൊരു Python ഫ്രെയിംവർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. RESTful APIs ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടിയിട്ട് നമ്മൾ PyTorch യൂസ് ചെയ്യുന്നുണ്ട്. ഒരു GPT-2 ബേസ്ഡ് ആയിട്ടുള്ളൊരു ഡിജിറ്റൽ GPT-2 എന്ന് പറയുന്നത് കുറച്ചുകൂടെ GPT-2വിനേക്കാളും കുറച്ച് മിനിഫൈഡ് ആയിട്ടുള്ള ഒരു സ്മോളർ ലാംഗ്വേജ് മോഡലാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഡിജിറ്റൽ GPT യൂസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ, നമുക്ക് ലോക്കൽ മെഷീൻസിൽ ഡെവലപ്പ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഉള്ള സൈസ്, അതിൻ്റെ പ്രോസസ്സിംഗ് റിക്വയർമെൻറ്റ് ഒക്കെയാണ്. പക്ഷേ അതിനൊരു ലിമിറ്റേഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിജിറ്റൽ GPT-2വിൻ്റെ ഔട്ട്പുട്ട് ഒരു കൊമേഴ്ഷ്യൽ ഗ്രേഡ് ആയിരിക്കണമെന്നില്ല. പക്ഷേ അതിൻ്റെ നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നമുക്ക് ഈ ഡിജിറ്റൽ GPT-2 മാറ്റിയിട്ട് നമുക്ക് ഗൂഗിളിൻ്റെ ഒരു ജെമിനൈയുടെ ഒരു APIയോ അല്ലെങ്കിൽ ChatGPTയുടെ ഒരു OpenAIയുടെ ഒരു APIയോ ഉപയോഗിച്ചുകൊണ്ട് ആ AIയുടെ ഫംഗ്ഷനാലിറ്റി അങ്ങോട്ട് മാറ്റാം. ബാക്കി ഫ്രെയിംവർക്കെല്ലാം അതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ബാക്ക് എൻഡ് എൻജിൻ തൽക്കാലം യൂസ് ചെയ്യുന്നത് നമ്മുടെ ലോക്കൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇതൊരു അക്കാഡമിക് പ്രോജക്റ്റിൻ്റെ പർപ്പസ് ആയതുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ GPT യൂസ് ചെയ്യുന്നു. അതിന് പകരം ഏത് ബാക്ക് എൻഡ് എൻജിനും വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ബേസിക്കലി ടെക്സ്റ്റ് ജനറേഷനാണ് ചെയ്യുന്നത് ജനറേറ്റീവ് AIയുടെ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട്. ട്രാൻസ്ഫോമർ എന്നൊരു AIയുടെ കൺസെപ്റ്റാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു പാർട്ട് 1ൻ്റെ ഡീറ്റെയിൽ വീഡിയോ, ഡെവലപ്മെൻറ്റ് വീഡിയോയ്ക്കകത്ത് കവർ ചെയ്യും. നമ്മൾ ഹഗ്ഗിങ് ഫേസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ, ഓൺലൈൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ഓർഗനൈസേഷൻ്റെ അവരുടെ ഒരു ഡിജിറ്റൽ GPT-2വിൻ്റെ ഒരു മോഡലാണെന്ന് യൂസ് ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ അവിടെ നിന്നാണ് യൂസ് ചെയ്യുന്നത്. ഈ ഡേറ്റാബേസ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇതിനകത്തൊരു ഡേറ്റാബേസ് ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ബാക്ക് എൻഡ് എൻജിനകത്തൊരു ഡേറ്റാബേസ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഡേറ്റാബേസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്ത SQLite എന്ന് പറയുന്ന ഒരു പൈത്തണിൻ്റെ ഡിഫോൾട്ടായിട്ട് വരുന്ന ഒരു ലൈബ്രറിയാണ് നമ്മൾ ഡേറ്റാബേസ് എൻജിനാണ് യൂസ് ചെയ്യുന്നത്. ASGയുടെ ഒരു സെർവർ, ASGF സ്പെസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ളൊരു സെർവർ, UVCon എന്ന് പറഞ്ഞൊരു സെർവർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മുടെ ബാക്ക് എൻഡ് നമ്മുടെ പ്രോഗ്രാംസിനെല്ലാം ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലോക്കലി ഒരു സെർവർ ഓടിക്കണം അല്ലെങ്കിൽ റൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ UVCon എന്ന് പറയുന്ന ഒരു ASGI കംപ്ലൈൻറ്റഡ് സെർവറാണ്. ഫാസ്റ്റ് AI ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് ഡിപ്ലോയ് ചെയ്യാനായിട്ട് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹൈ പെർഫോമൻസ് സെർവറാണ് UVCon. അത് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ലോക്കൽ മെഷീനിൽ, ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലായിരിക്കും ഇതെല്ലാം റൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാർട്ട് 1 നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അതിൻ്റെ ബാക്ക് എൻഡ് എൻജിനാണ്, അതിൻ്റെ API ആണ്. അത് നമ്മൾ UVConൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻജിൻ റെഡിയാണ്, ബാക്ക് എൻഡ് എൻജിൻ റെഡിയാണ്. അത് ബേസിക്കലി ചെയ്യുന്നത് വെച്ചാൽ, ഒരു റിക്വസ്റ്റ് നമ്മുടെ ഫ്ലട്ടർ ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷനകത്തുനിന്ന് ഒരു ജോക്ക് ജനറേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് റിസീവ് ചെയ്യും. ഒരു API റിസീവ് ചെയ്തിട്ട് ഈ നമ്മുടെ ഡിജിറ്റൽ GPT-2വിനെ കൊണ്ട് ആ ഇൻപുട്ട് കൊടുത്ത് ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഒരു ജോക്ക് ജനറേറ്റ് ചെയ്യും. ആ ജനറേറ്റ് ചെയ്ത ജോക്ക് തിരിച്ച് ഈ ഫ്ലട്ടർ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് അവിടെ കാണിക്കും.
അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു സിമ്പിൾ ഫംഗ്ഷനാലിറ്റി നമ്മൾ MVP കവർ ചെയ്യുന്നത് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഭാവിയിൽ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഫ്ലട്ടർ ഫ്രണ്ടിന് നോക്കിയാൽ നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ ഫ്ലട്ടർ SDK യൂസ് ചെയ്യുന്നുണ്ട്. ഡാറ്റാണ് ലാംഗ്വേജ്. ഈ HTTP കോൾസ് നമുക്ക് API കൺസ്യൂം ചെയ്യാൻ വേണ്ടി HTTP കോൾസ് നമ്മൾ ഫ്ലട്ടർ ആപ്ലിക്കേഷൻ അതിൽ നിന്ന് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ HTTP എന്നുള്ള പാക്കേജ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അസിഗ്നസ് ആയിട്ടുള്ള പാക്കേജ് ഒരു API കോളാണ് നമ്മൾ നടത്തുന്നത് ബാക്ക് എൻഡിലേക്ക്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ API ലോഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലട്ടർ ആപ്ലിക്കേഷനെ കൊണ്ട് ലോഞ്ച് ചെയ്ത് അവിടെ നിന്ന് നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അത് ഒരു API കോൾ വിളിച്ച് നമ്മൾ യൂസർ റിക്വസ്റ്റ് ചെയ്ത ജോക്കിൻ്റെ ഒരു ഇൻപുട്ട് ഒരു ടോപ്പിക്ക് നമുക്ക് കൊടുക്കാം. ആ ടോപ്പിക്ക് അങ്ങോട്ട് സബ്മിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അതിൻ്റെ റിസൾട്ട് എടുത്ത് കാണിക്കും. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഇമേജസ് കൊണ്ടുവരാം, ഇമോജീസ് കൊണ്ടുവരാം, ടോപ്പിക് ബേസ്ഡ് ആയിട്ട് കൊണ്ടുവരാം, റാൻഡം ജോക്സ് ജനറേറ്റ് ചെയ്യാം. ഇങ്ങനെ ഒത്തിരി ഫംഗ്ഷനാലിറ്റീസ് നമുക്കിതിനകത്ത് ആഡ് ചെയ്തിട്ട് ഇതിനൊരു ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ആപ്പായിട്ട് നമുക്കിതിന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചർ മാത്രമേ ഇതിനകത്ത് ഇപ്പോൾ MVP ചെയ്യുന്നുള്ളൂ. ഇതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഫീച്ചേഴ്സ് ആഡ് ചെയ്യും. ഇത് ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ആയിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ഡേറ്റ മാനേജ് ചെയ്യാൻ, ഡേറ്റ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ളത് കൊണ്ട് നമ്മളതിനെ ഒരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റായിട്ട് നമ്മൾ മാറ്റും. 2 കമ്പോണൻ്റാണ് ഉള്ളത്. ഒരു മെയിൻ കമ്പോണൻറ്റും ഉണ്ടാവും, ഒരു ജോക്ക് സ്ക്രീൻ കമ്പോണൻറ്റും ഉണ്ടാവും. ഓക്കെ, ജോക്ക് സ്ക്രീൻ കമ്പോണൻ്റാണ് നമ്മൾ നമ്മുടെ സ്കഫോൾഡിങ്ങിലേക്ക് നമ്മൾ ഹോമിലേക്ക് പാസ് ചെയ്യുന്നത്. അത് 2 ഫയലായിട്ട് ചെയ്യും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഫയലിലാണ്, ഒരു main.dart ഫയലിലാണ് എല്ലാ കമ്പോണൻസും നമ്മൾ എഴുതുന്നത്. ഇത് main.dartനകത്ത് മെയിൻ സ്ക്രീൻ മാത്രമേ വരത്തുള്ളൂ. അതിൽ ഹോം സ്ക്രീനിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന ജോക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ വേറെ സെപ്പറേറ്റ് ഫയലിലായിരിക്കും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ബിക്കോസ് നാളെ ഒരു കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷനകത്ത് നമുക്ക് ഒരുപാട് ഫയൽസ്, ഒരുപാട് കമ്പോണൻസ് ഉണ്ടാവും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫയലിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റ് നമുക്ക് ഇതിനെ ഫർദറായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും ഫർദറായിട്ട് എൻഹാൻസ് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം. പാർട്ട് 3 വളരെ സിമ്പിളാണ്. നമ്മൾ ഇത് ഐഡിയലി ഇതൊരു ജാങ്കോ അല്ലെങ്കിൽ ഒരു ഫ്ലാസ്ക് ഫ്രെയിംവർക്കിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഗൂഗിൾ ഇപ്പോൾ ഒരു മിസോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രെയിംവർക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാം. പക്ഷേ ഫോർ ദ ടൈം ബീയിങ് നമ്മൾ ചെയ്യുന്നത് പിന്നെ സിമ്പിളായിട്ടുള്ള ഒരു HTML CSS ബേസ്ഡ് ഒരു UI, അതിനകത്ത് ബൂട്ട് സ്ട്രാപ്പ് വെച്ചിട്ടാണ് നമ്മൾ സ്കഫോൾഡിങ് എല്ലാം നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ വേണ്ടി ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫെച്ച് API യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമുക്ക് ഈ അഡ്മിൻ ഇൻ്റർഫേസിൽ നിന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഫ്ലട്ടർ ആപ്ലിക്കേഷൻ API ഉപയോഗിച്ചുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ജോക്സ്, അതിൻ്റെ ഡിഫറെൻറ്റ് ഡീറ്റെയിൽസ്, അതായത് ഒരു യൂണീക്ക് ID ഉണ്ടാവും ഒരു ജോക്കിന് ജനറേറ്റ് ചെയ്ത, ഒരു ടൈം സ്റ്റോപ്പ് ഉണ്ടാവും ജനറേറ്റ് ചെയ്ത ടൈം ആൻഡ് ഡേറ്റ് ആൻഡ് ടൈം, പിന്നീട് വന്ന റിക്വസ്റ്റ്, ജനറേറ്റ് ചെയ്ത ജോക്ക്, അതിൻ്റെ ഒരു ടോപ്പിക്ക്, ചിലപ്പോൾ ടോപ്പിക് ഉണ്ടാവും, ടോപ്പിക് ഓപ്ഷണലാണ്. അപ്പം ഫ്ലട്ടറിൽ നമ്മൾ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ടോപ്പിക്ക് യൂസർ കൊടുത്തിട്ടില്ലെങ്കിൽ ടോപ്പിക് ബ്ലാങ്ക് ആയിരിക്കും, നള്ളായിരിക്കും, അല്ലെങ്കിൽ ഒരു ടോപ്പിക് ഉണ്ടാവും. ഇത് നമ്മൾ SQLite ഡാറ്റാബേസിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ആ സ്റ്റോർ ചെയ്ത് വെച്ച എൻട്രീസിനെ ഈ അഡ്മിൻ ഇൻ്റർഫേസിൽ വ്യൂ ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് കൊടുക്കുക. നമ്മളൊരു സിമ്പിളായിട്ടൊരു പേജ് ഉണ്ടാക്കും, അതിനകത്തൊരു ബട്ടൺ പ്ലേസ് ചെയ്യുന്നു. ആ ബട്ടൺ പ്ലേസ് ചെയ്യുമ്പോൾ ഫെച്ച് ലോഗ്സ് അല്ലെങ്കിൽ ഫെച്ച് ജോക്സ് എന്ന് പറയുമ്പോഴത്തേന് അത് ഒരു API വിളിക്കും. അപ്പോൾ നമ്മുടെ ബാക്ക് എൻഡ് API പുതിയൊരു API കൂടെ എക്സ്പോസ് ചെയ്യും. റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്ത് ജോക്ക് ജനറേറ്റ് ചെയ്ത് തിരിച്ചയക്കാനുള്ള ഒരു API, അത് ഫ്ലട്ടറാണ് കൺസ്യൂം ചെയ്തത്. അപ്പോൾ ഒരു API കൺസ്യൂം ചെയ്യുന്നത് ഫ്ലട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനാണ്. രണ്ടാമത്തെ APIയുടെ കൺസ്യൂമർ എന്ന് പറയുന്നത്, അതായത് കൺസംഷൻ ചെയ്യുന്നത് ഈ പറയുന്ന വെബ് അഡ്മിനാണ്. അപ്പോൾ വെബ് അഡ്മിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പം നമ്മൾ നേരത്തെ ഡെവലപ്പ് ചെയ്ത പാർട്ട് 1 ഡെവലപ്പ് ചെയ്ത ബാക്ക് എൻഡ് എഞ്ചിനിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ട് അതിനകത്ത് നിന്ന് റിസീവ് ചെയ്യുന്ന ഡേറ്റയെ അതൊരു JSON ആയിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ആ JSON ഡേറ്റയെ പാസ് ചെയ്തിട്ട് ഒരു ടാബുലർ ഫോമിൽ നമ്മുടെ അഡ്മിൻ ഇൻ്റർഫേസിൽ കാണിക്കുക. ഒരു ഫംഗ്ഷനാലിറ്റി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. എൻട്രീസിനകത്ത് നമുക്ക് ഓരോ എൻട്രിയും എഗൈൻസ്റ്റ് ആയിട്ട് ഒരു ഡിലീറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മൾ ബാക്ക് എൻഡ് എഞ്ചിനിൽ എക്സ്പോസ് ചെയ്യുന്ന ഒരു തേർഡ് API ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ജോക്കിൻ്റെ ID പാസ് ചെയ്യും. ഡിലീറ്റ് ചെയ്യേണ്ട ID ആണ്, ആ ഡിലീറ്റ് ചെയ്യേണ്ട ജോക്കിൻ്റെ ID ആണ്. അത് SQL ഡേറ്റാബേസിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഈ വ്യൂ റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് ആ എൻട്രി ഡേറ്റാബേസിൽ നിന്ന് പോയി പുതിയ ലേറ്റസ്റ്റ് ലിസ്റ്റ് കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള 3 ഇതിനകത്ത് നമ്മൾ 1-2 കൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മൾ പിന്നീട് ഇപ്പോൾ ഇപ്പം നമുക്ക് 2 വെബ് സെർവറുണ്ട്. ഒന്നെന്ന് നമ്മൾ ബാക്ക് എൻഡ് API, അതാണ് UVConൽ നമ്മൾ ഫാസ്റ്റ് API ആയതുകൊണ്ട് ചെയ്യുന്നത്. രണ്ടാമത്തേത് ഈ വെബ് അഡ്മിനും നമുക്ക് ഹോസ്റ്റ് ചെയ്യണ്ടേ, അത് നമ്മൾ ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ട് പൈത്തണിൻ്റെ പാർട്ടായിട്ട് വരുന്ന HTTP സെർവറുണ്ട്, അത് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു സമയത്ത് നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ 3 പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ടാവും. പാർട്ട് 1 നമ്മുടെ ബാക്ക് എൻഡ് API വിത്ത് AI ഇൻ്റഗ്രേറ്റഡ്, പാർട്ട് 2 നമ്മുടെ ഫ്ലട്ടർ മൊബൈൽ ആപ്ലിക്കേഷൻ, പാർട്ട് 3 നമ്മുടെ വെബ് അഡ്മിൻ. ഇത് 3 കൂടെ നമ്മൾ റൺ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന ആപ്ലിക്കേഷനെ ഫംഗ്ഷനാലിറ്റി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ആപ്ലിക്കേഷൻ്റെ
ഇപ്പോൾ ഇതൊരു ഓവർവ്യൂ വീഡിയോ ആണ്. ഇതിനകത്ത് നമ്മൾ എൻറ്റയർ ടോപ്പിക് കവർ ചെയ്യാൻ പറ്റില്ല. 3 പാർട്ടും 3 സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യും. അത് നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിനകത്ത് അത് ആക്ച്വൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യായിരിക്കും. ഫംഗ്ഷനാലിറ്റി എടുത്തിട്ട് പാർട്ട് ബൈ പാർട്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് റൺ ചെയ്ത് റിസൾട്ട് വരും. അപ്പോൾ നമുക്കത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോക്കൽ മെഷീനിൽ അത് ഡെവലപ്പ് ചെയ്ത് ഇതേ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലോക്കലി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഫിനിഷ്ഡ് കോഡും ഇതിൻ്റെ ഒരു ചെറിയൊരു ഡെവലപ്പർ ഗൈഡും കൂടെ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിവേ, നമുക്കിപ്പോൾ ആപ്ലിക്കേഷൻ്റെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ സ്ക്രീൻ കാണാമെന്നും കരുതുന്നു. നമ്മൾ സ്ക്രീനിനകത്ത് ഇപ്പോൾ തൽക്കാലം ഉള്ളത് നമ്മളൊരു കുറച്ച് ഷെൽ അല്ലെങ്കിൽ ടെർമിനൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അത് എന്തിനാണെന്ന് നമുക്കിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഒരു ബ്രൗസറൂടെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഷെല്ലിന് നമ്മൾ 4 ഷെല്ല് ഇവിടെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബാക്ക് ആൻഡ് API ആണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും വിറ്റ്ക്രാഫ്റ്റ് AI_BE ബാക്ക് ആൻഡ് APIയുടെ ഫയൽസാണ്. ആ ബാക്ക് ആൻഡ് API ഞാൻ UVICon എന്ന് പറയുന്ന എൻ്റെ സെർവർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആപ്പ് V2 എന്നുള്ള എൻ്റെ പൈത്തൻ്റെ ആപ്ലിക്കേഷൻ്റെ ഇതാണ് ഫാസ്റ്റ് APIയുടെ ഒരു കൺസ്ട്രക്റ്റാണിത്. അപ്പോൾ ഞാൻ ആ സെർവർ സ്റ്റാർട്ട് ചെയ്യുന്നു. എൻ്റെ പ്രോഗ്രാമിൻ്റെ പേര് കൊടുക്കുന്നു. റീലോഡ് എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്നൊരു സ്വിച്ചാണ്. നമ്മൾ ഫ്ലട്ടറിനകത്തുള്ള ഹോട്ട് റീലോഡ് പോലെ തന്നെ ഈ ഫാസ്റ്റ് APIക്കകത്തും നമുക്ക് എന്ത് ചെയ്യാം, റീലോഡ് അത് ആ ഒരു സ്വിച്ച് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അത് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഞാൻ റൺ ചെയ്യാണ്. അപ്പോൾ വിറ്റ്ക്രാഫ്റ്റ് AIയുടെ ബാക്ക് ആൻഡ് എൻജിൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മുടെ ലോക്കൽ സെർവറിൽ അല്ലെങ്കിൽ ലോക്കൽ മെഷീനിൽ ലോക്കൽ ഹോസ്റ്റിൽ 127.0.0.1 8000 എന്നുള്ള പോർട്ടിലാണ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ഇത് നമ്മുടെ പൈത്തണിൽ നിന്ന് കൊടുക്കുന്ന ഒരു മെസ്സേജാണ് എൻജിൻ സ്റ്റാർട്ടായെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻജിൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ഫ്ലട്ടർ ആപ്ലിക്കേഷൻ പാർട്ട് 2 ഫ്ലട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എമുലേറ്റർ റൺ ചെയ്യണം. ഞാൻ എമുലേറ്റർ ഒന്ന് എൻ്റെ മെഷീനിൽ റൺ ചെയ്യാൻ പോവാണ്. എമുലേറ്റർ റൺ ചെയ്തു. സ്ക്രീനിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ എമുലേറ്ററിലേക്ക് ഞാൻ ഇനി എൻ്റെ ഫ്ലട്ടർ ആപ്ലിക്കേഷൻ ഇവിടെയുണ്ട്. വിറ്റ്ക്രാഫ്റ്റ് AI_app എന്ന് പറയുന്ന എൻ്റെ ഫ്ലട്ടർ പ്രോഗ്രാമാണ്. എൻ്റെ ആപ്ലിക്കേഷൻ ഫോൾഡറിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിനകത്തുനിന്ന് ഞാൻ എൻ്റെ ഫ്ലട്ടർ റൺ ഉപയോഗിച്ച് റൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, എൻ്റർ. നമ്മുടെ ഫ്ലട്ടർ പ്രോഗ്രാം അപ്പായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടൊരു പ്രോഗ്രാമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനകത്തൊക്കെ അഡീഷണൽ ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റി നമ്മൾ കൂടുതൽ പ്രോഗ്രാം ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ആപ്പ് ബാർ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ടെക്സ്റ്റ് മെസ്സേജ് പ്രോംപ്റ്റ് ഉണ്ട്. ഒരു യൂസർക്ക് ഡേറ്റ എൻ്റർ ചെയ്യാനുള്ള ഒരു ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ട്. പ്ലസ് ഒരു ജോക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ യൂസർക്ക് വേണമെങ്കിൽ ഒരു ടോപ്പിക് ഇവിടെ കൊടുക്കാം. കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. കൊടുത്താൽ ടോപ്പിക്കോട് കൂടി, ഇല്ലെങ്കിൽ ഈ ഫ്ലട്ടർ പ്രോഗ്രാം ഈ ബാക്ക് ആൻഡ് APIയിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കും, ഒരു API കോൾ കൊടുക്കും. അവിടുന്ന് ഈ ബാക്ക് ആൻഡ് API നമ്മുടെ AI മൊഡ്യൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഈ റിക്വസ്റ്റ് യൂസർ കൊടുത്ത ടോപ്പിക് അല്ലെങ്കിൽ ഒരു റാൻഡം ഒരു ജോക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ക്വറി നമ്മുടെ AI ഉപയോഗിച്ചുകൊണ്ട് ജനറേറ്റീവ് AI മൊഡ്യൂൾസിന് കൊടുക്കും. ഡിജിറ്റൽ GPT-2 ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജോക്ക് ജനറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് തിരിച്ചിവിടെ ഫ്ലട്ടറിൽ കിട്ടും. ഫ്ലട്ടർ കിട്ടുന്ന റിസൾട്ട് ഈ ജനറേറ്റ് ജോക്ക് എന്നുള്ള ബട്ടൻ്റെ തൊട്ട് താഴെ ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ ജനറേറ്റ് ചെയ്യുന്നതോടൊപ്പം ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഡാറ്റാബേസിൽ അതിൻ്റെ ഒരു എൻട്രി സേവ് ചെയ്യുകയും ചെയ്യും. അതാണ് നമ്മൾ അഡ്മിൻ ഇൻ്റർഫേസിൽ നമുക്ക് നോക്കാൻ പറ്റും. നമ്മൾ ജോക്ക് ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ അഡ്മിൻ ഇൻ്റർഫേസിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ HTTP സെർവർ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് പൈത്തണോടൊപ്പം വരുന്ന ഒരു HTTP സെർവർ ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ അഡ്മിൻ ഇൻ്റർഫേസ് റൺ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ അഡ്മിൻ ഇൻ്റർഫേസ് 3000 എന്നുള്ള പോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബ്രൗസറിൽ നിന്ന് ബ്രൗസർ ഒന്ന് ഇതാക്കിയിട്ട് നമ്മൾ ലോക്കൽ ഹോസ്റ്റ് 3000 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിൻ ഇൻ്റർഫേസ് അപ്പായിട്ടുണ്ട്. ലോഗ് ഫെച്ച് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിഫോൾട്ടായിട്ട് ലോഗ് ഫെച്ച് ചെയ്യാനുള്ള റിക്വസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് 8000-ൽ. ഞാനിവിടെ ഫെച്ച് ലോഗ്സ് എന്ന് നോ ലോഗ്സ് ഫൗണ്ട്, അവിടെ ഗെറ്റ് അഡ്മിൻ ലോഗ്സ് എന്നുള്ളൊരു റിക്വസ്റ്റ് ഇവിടെ വന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അഡ്മിൻ ഇൻ്റർഫേസ് നമ്മുടെ ബാക്ക് ആൻഡ് APIയിലേക്ക് റിക്വസ്റ്റ് കൊടുത്തു. ഒരു ലോഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻട്രീസ് ഒന്നും ഫൈൻഡ് ചെയ്തില്ല, ഡേറ്റാബേസ് ബ്ലാങ്ക് ആണെന്ന് ഇവിടെ പറഞ്ഞാണ്. തൽക്കാലം ഇതിവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ ഫ്ലട്ടർ ആപ്ലിക്കേഷനൊക്കെ തിരിച്ചു പോകാം.
തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് വീണ്ടും ഒരു റിക്വസ്റ്റ് ഇവിടുന്ന് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ടോപ്പിക് കൊടുക്കുകയാണ്, പൊളിറ്റിക്സ് ഒരു ടോപ്പിക് കൊടുക്കുകയാണ്. പൊളിറ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ജോക്ക് ജനറേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റൽ GPT-ൻ്റെ വളരെ ബെയർ മിനിമം ആയിട്ടുള്ളൊരു ലാംഗ്വേജ് മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിതിനെ റീട്രെയിൻ ചെയ്യുകയോ ഡേറ്റ കൂടുതൽ സപ്ലൈ ചെയ്തിട്ട് ഇതിനെ റിഫൈൻ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. കൊമേഴ്ഷ്യൽ ഗ്രേഡ് ഒരു ലാംഗ്വേജ് മോഡൽ അല്ല ഇത്. നമുക്ക് ഡെവലപ്മെൻറ്റ് പർപ്പസിന് വേണ്ടി ലേണിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മൾ ഈ ലാംഗ്വേജ് ഡിജിറ്റൽ GPT-2 മാറ്റിയിട്ട് GPT-3 GPT-4 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള കൊമേഴ്ഷ്യൽ ഗ്രേഡ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് മോഡൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ജനറേറ്റ് ചെയ്യുന്ന ജോക്കിന് കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷനാക്കി മാറ്റുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബാക്ക് എൻഡിലെ നമ്മുടെ എൻജിൻ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാൻസ്ഫോമറും ട്രാൻസ്ഫോമർ അത് തന്നെ യൂസ് ചെയ്താൽ മതി. പക്ഷേ ലാംഗ്വേജ് മോഡൽ ഡിജിറ്റൽ GPT-2 പകരം വേറൊരു ലാംഗ്വേജ് മോഡൽ യൂസ് ചെയ്യും. ബിക്കോസ് അതൊരു കൊമേഴ്ഷ്യൽ ഗ്രേഡ് ജോക്സ് ജനറേറ്റ് ചെയ്യാനുള്ളൊരു ഫീച്ചറിന് വേണ്ടിയിട്ട്. പക്ഷേ അത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മെഷീനകത്ത് ഒരുപാട് റിസോഴ്സ് ആവശ്യമുണ്ട് വരും, ഒരുപാട് സമയം ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ കളയും. അതുകൊണ്ടാണ് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് മോഡൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ റിക്വസ്റ്റ് വന്നിട്ടില്ല, നമ്മൾ പൊളിറ്റിക്സ് എന്നുള്ള ടോപ്പിക്ക് സെൻഡ് ചെയ്ത് ജനറേറ്റ് ജോക്ക് എന്നുള്ളത് ഇത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ ബാക്ക് എൻഡ് API-ക്കകത്ത് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഗെറ്റ് റിക്വസ്റ്റ് ആണ്, ജനറേറ്റ് ജോക്ക് എന്ന് നമ്മുടെ API. ടോപ്പിക് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് ആണ്. അത് റിക്വസ്റ്റ് വന്നു, അതിൻ്റെ ഒരു റിസൾട്ട് ഇവിടെ നമ്മൾ കണ്ടു. ജോക്കിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമ്മളിപ്പോൾ വറി ചെയ്യേണ്ട, ബിക്കോസ് ദിസ് ഈസ് ജനറേറ്റഡ് ബൈ ദ സിസ്റ്റം. ഞാനിപ്പോൾ എനിക്ക് ടോപ്പിക്സ് ഒന്നും ഇല്ലാതെ ഒരു ജോക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കാം. അപ്പോൾ അവൻ റാൻഡമായിട്ടൊരു ജോക്ക് കൊണ്ടുവരും. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു മൂവീസ് എന്നൊരു ഒരു പുതിയൊരു ടോപ്പിക്ക് ഞാൻ കൊടുത്തു, ജനറേറ്റ് ജോക്ക് ഫോർ. അപ്പോൾ 2-3 ജോക്ക്, ഇപ്പോൾ 3 ജോക്ക് നമ്മൾ ജനറേറ്റ് ചെയ്തു. 2 ടോപ്പിക് ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ജനറേറ്റ് ചെയ്ത് ടോപ്പിക് ഇല്ലായിരുന്നു. നമ്മുടെ അഡ്മിൻ ഇൻ്റർഫേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ നമുക്ക് ഇപ്പം ജനറേറ്റ് ജോക്ക് നമുക്ക് ഫെച്ച് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും 3 ജോക്ക് അവിടെ സിസ്റ്റത്തിലുണ്ട്. ആദ്യത്തേതിന് പൊളിറ്റിക്സ് ആയിരുന്നു, അതിൻ്റെ ID 41. രണ്ടാമതിന് ടോപ്പിക് ഇല്ലായിരുന്നു. ഈ 3 ജോക്ക് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ജോക്കിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു. അത് നമ്മൾ ലാംഗ്വേജ് മോഡലിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് ജോക്കിൻ്റെ ക്വാളിറ്റി നമ്മൾ കൊണ്ടുവരും. ശരി, നമുക്കൊരിപ്പം ലെറ്റ്സ് സേ നമുക്ക് പൊളിറ്റിക്സ് അങ്ങ് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ടോപ്പിക് ഇല്ലാത്തൊരു എൻട്രി 42 എന്നുള്ള എൻട്രി റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ വീണ്ടും ഈ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ ചോദിക്കും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റ് പ്ലേസ് ചെയ്യും. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഈ ബാക്ക് എൻഡ് എൻജിൻ നോക്കിക്കഴിഞ്ഞാൽ ഡിലീറ്റിൻ്റെ ഒരു API റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഡിലീറ്റ് ലോഗ് എന്നാണ് എൻ്റെ APIയുടെ പേര്. നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടുന്ന ജോക്കിൻ്റെ ID ഇവിടെ പാസ് ചെയ്തിട്ടുണ്ട്. ആ IDയിലെ ജോക്ക് ജനറേറ്റ് ചെയ്തു. ലേറ്റസ്റ്റ് ഡിലീറ്റഡ് ആയി കഴിഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് ആ ജോക്കിൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തു. ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഒരു എൻട്രി മാത്രമേ ഉള്ളൂ. വീണ്ടും ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു പുതിയ ഒരു ജോക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാം. ജോക്ക് ജനറേറ്റ് ചെയ്തു, ഫെച്ച് ചെയ്യാനുള്ള ഇൻ്റർഫേസ് ഇവിടെ കൊടുത്തു. അപ്പം ബേസിക്കലി ഇതൊരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഒരു കൊമേഴ്ഷ്യൽ ഗ്രേഡ് ആപ്ലിക്കേഷൻ ചെയ്യാനുള്ളൊരു മോഡലാണ്. അപ്പോൾ ആ മോഡൽ വെച്ചിട്ട് നമുക്ക് നാളെ ഒരു കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതേ ഫ്രെയിംവർക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ 3 പാർട്ടിൽ 3 വീഡിയോസ് കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്തിടാം. അപ്പോൾ അതൊരു ഡെവലപ്മെൻറ്റ് വീഡിയോ ആണ്. നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് മെഷീൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം ആ വീഡിയോസ് വാച്ച് ചെയ്യാനായിട്ട്. ബിക്കോസ് ആ വീഡിയോ വാച്ച് ചെയ്യുമ്പം അതൊരു വാക്ക് ത്രൂ ആയിരിക്കും. സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ഒരു ബേസിക് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അവിടുന്ന് ഇതിനെ ഡെവലപ്പ് ചെയ്ത് ഈ ഫിനിഷ്ഡ് നിങ്ങളിപ്പോൾ കണ്ട ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എത്തുന്നത് വരെയുള്ള ഒരു ഡെവലപ്പർ ഒരു വാക്ക് ത്രൂ ആയിരിക്കും. അപ്പോൾ നിങ്ങളും അതേ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ സ്വന്തമായിട്ട് ലോക്കലി ചെയ്ത് കോഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഡൗട്ട്സ് വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ഇടുകയോ ചെയ്യുക. വിൽ കവർ ഇറ്റ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പം ഒരു വീഡിയോ നമ്മൾ ഒരു യൂട്യൂബ് ചാനലിലേക്ക് ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ബിക്കോസ് ഇതിൻ്റെ ഫയൽ സൈസും ഇതൊക്കെ എഡിറ്റ് ഒന്നും ചെയ്യുന്നില്ല. എഡിറ്റ് ചെയ്യാനുള്ള സമയവും സൗകര്യമൊന്നും നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് ഇത് റോ ആയിട്ട് തന്നെ ഇടുകയാണ്. അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. സോ ഒരു 3 വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിൻ്റെ ഡെവലപ്പർ ഗൈഡ് കൂടെ തരും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു.